കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും. ഓരോ ദിവസവും നേടാം 30 കാർ, 30 സ്കൂട്ടർ, TV, AC അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ൊപ്പം 1.5 കോടിയും. കല്യാൺ സിൽക്സ് വിജയകരമായി 5ാം വർഷത്തിലേക്ക് പോയിട്ടുള്ളത് തന്നെ ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ചുകൊണ്ട് തന്നെയാണ്. ഓരോ കൊല്ലവും നറുക്കെടുപ്പിന് ഓരോ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കുന്നതിന് മുതൽ അതാത് ജില്ലയിലെ മഹത് വ്യക്തികളെ കൊണ്ട് നറുക്കെടുക്കുകയും അത് തത്സമയം പറ്റിയില്ലെങ്കിൽ പോലും അതാത് ജില്ലയിലത്തെ പ്രശസ്തമായ ന്യൂസ് ചാനലുകളിൽ അത് കവർ ചെയ്യുകയും സമ്മാന വിജയികളുടെ വീട്ടിൽ ചെന്ന് സമ്മാനം ലഭിച്ചു എന്ന് പറയുന്ന ന്യൂസ് ചാനലുകൾ പോലും നമ്മുടെ സമക്ഷത്ത് ഇന്നുണ്ട്. ഓരോ സമ്മാന വിജയിയെയും കല്യാൺ സിൽക്സിൽ നിന്നും നേരിട്ട് വിളിച്ചറിയിക്കുന്നതും കല്യാൺ സിൽക്സിന്റെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പേജുകളിലും കേരളത്തിലുള്ള 18 ഷോറൂമുകളുടെ മുമ്പിലും ഇതിന്റെ വിജയികളുടെ വിവരങ്ങൾ ഞങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ട്. ഞങ്ങളുടെ വെബ്സൈറ്റിലും അത് കൊടുക്കാൻ ഞങ്ങൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ വന്നിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തി തൃശൂർ നഗരമാതാവ്, നഗരപിതാവ് ശ്രീമതി അജിത ജയരാജ് അവരുകളാണ്. ഈ ഓണക്കോടിക്കൊപ്പം 1.5 കോടി 5 വർഷക്കാലമായി 3 വർഷം ഞാൻ തന്നെയാണ് ഇവിടെ എത്തിയത്. നമ്മുടെ കസ്റ്റമേഴ്സ് അവരുടെ ആവശ്യത്തിനനുസരിച്ച് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ അത് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ നിന്ന് കിട്ടുന്ന ഒന്ന് പിറ്റേ ദിവസം അതുപോലത്തെ ഒന്നും വാങ്ങാൻ വന്നവർ ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാ സാരികളും പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ്. കാര്യം 2 ഉണ്ടാവില്ല, 1. കാരണം അവരുടെ ഒരു പോളിസി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങുന്ന സാരി ഒരാളെടുത്താൽ മതി. അത് കണ്ടുകൊണ്ട് പിന്നെ കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ അത് കിട്ടുകയില്ല എന്തായാലും. അപ്പം അതുപോലെയാണ് ഇവിടെ പർച്ചേസിന് വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും കിട്ടുന്ന ഒരു മനസ്സിന്റെ ഒരു സുഖം. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും. ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും. ആദ്യത്തെ കാർ വിജയി വിൻസി ജോയ് കല്യാൺ സിൽക്സിന്റെ തൊടുപുഴ ഷോറൂമിൽ നിന്നാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാർ ലഭിച്ചിരിക്കുന്നത് തൃശൂർ പാലസ് റോഡ് ഷോറൂമിന്റെ കസ്റ്റമറാണ് മാർക്യൂ സാമുവൽ. നിഷ എ
എറണാകുളം കല്യാൺ സിൽക്സിന്റെ എറണാകുളം ഷോറൂമാണ് നിഷ എ. വിഷ്ണുപ്രസാദ് തിരുവല്ല. അഭിനവ് ട്രിവാൻഡ്രം കല്യാൺ സിൽക്സിന്റെ തിരുവനന്തപുരം ഷോറൂമിൽ നിന്നാണ്. സീന പത്മജൻ കണ്ണൂർ. ഷിംല എറണാകുളം. ശ്രീജ പി ജി പൊറ്റമൻ ജംഗ്ഷൻ കാലിക്കറ്റ്. നയന ആറ്റിങ്ങൽ. ദിനേശൻ കുന്നംകുളം. ദൃശ്യ ദിനേശൻ പാലസ് റോഡ്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും. മാന്യ ഉപഭോക്താക്കളെ നമസ്കാരം. ഓണക്കോടിയോടൊപ്പം 1.5 കോടി എന്ന സമ്മാന പദ്ധതിയുടെ ആദ്യ നറുക്കെടുപ്പ് ഞങ്ങളുടെ തൃശ്ശൂരിലെ പാലസ് റോഡിൽ വെച്ച് ഇപ്പോൾ നടക്കുകയുണ്ടായി. ആരാധ്യയായ മേയറാണ്. മേയർ, ഡെപ്യൂട്ടി മേയർ, പ്രതിപക്ഷ നേതാവ്, മുനിസിപ്പൽ കൗൺസിലർ എന്ന വിശിഷ്ടാതിഥികളാണ് നറുക്കെടുപ്പിൽ പങ്കെടുത്തത്. ഇന്ന് ഓണക്കോടിക്കൊപ്പം 1.5 കോടി എന്ന സമ്മാന പദ്ധതിയിൽ ദിവസവും ഒരു കാറ്, ഒരു സ്കൂട്ടർ, ഒരു TV, ഒരു എയർ കണ്ടീഷണർ, ഒരു മൊബൈൽ അങ്ങനെയാണ് കൊടുത്തു പോരുന്നത്. അങ്ങനെ ഇന്ന് 7 കാറിനും 7 സ്കൂട്ടറിനും 7 എയർ കണ്ടീഷനും 7 TVക്കും 7 മൊബൈലിനും സമ്മാനാർഹരെ തിരഞ്ഞെടുക്കുവാൻ സാധിച്ചു. അവർക്കെല്ലാവർക്കും ആദ്യമായി ഞാൻ ആശംസകൾ നേരുകയാണ്. അതിൽ എല്ലാ വർഷത്തെ പോലെ തന്നെ ധാരാളം ഉപഭോക്താക്കളും ഈ നറുക്കെടുപ്പിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും. ഷോപ്പ് ചെയ്തല്ലോ, അപ്പോൾ നിങ്ങൾക്കാണ് 1ാം സമ്മാനം കാറ് അടിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് വന്നപ്പോൾ കോള് വന്നപ്പോൾ എന്താണ് നിങ്ങൾക്ക് വൈഫാണ് ഷോപ്പിംഗ് ചെയ്തതും കോളൊന്നും എല്ലാം വൈഫിനായിരുന്നു. ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ മേയറുടെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, എന്താ കാര്യം എന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു കാറാ കിട്ടിയിരിക്കണേന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം പെട്ടെന്നൊന്ന് സ്റ്റോപ്പായി പോയി, ഒന്നും പറയാൻ പറ്റാറില്ല. വളരെ സന്തോഷം. മഞ്ജു, എൻ്റെ ഹസ്ബൻഡ് സുരേഷ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ മകള് അമൃത പറമേക്കാവ് കോളേജിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക്. മക്കള് അർജുൻ, പിന്നെ ഋത്വിക് സ്കൂളിൽ ഡോൺ ബോസ്കോയിലും ഹരിശ്രീയിലും പഠിക്കുന്നു. ഓക്കെ. അപ്പോൾ ചേച്ചി, നമ്മൾ സാധാരണ എല്ലാ ലക്കി ഡ്രോയും എടുക്കുമ്പോൾ സത്യത്തിൽ അത് സംഭവിക്കുന്നതാണോ ഫേക്ക് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ചേച്ചി ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫേക്ക് എന്നല്ല, എനിക്ക് ഇതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാത്തതാണ്. പക്ഷെ ചെയ്യണം, കാരണം ഇപ്പോൾ ഞാനതൊന്ന് എൻ്റെ അടുത്ത് ആ കൗണ്ടറിലിരുന്ന ക്യാഷ് കൗണ്ടറിലിരുന്ന ആളാണ് പറഞ്ഞത് ഇത് ചെയ്യൂ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ആ പറഞ്ഞതിൻ്റെ പുറത്താണ് ഞാനത് ഇട്ടത്. പക്ഷെ ഇപ്പം സത്യമായില്ലേ, വളരെ സന്തോഷം. എല്ലാവരും അത് നിസ്സാരമാക്കണ്ട, സത്യമാണ്. സാധാരണ ഞാനിങ്ങനെ ഷോപ്പിങ്ങിലൊന്നും അങ്ങനെ ഇടപെടാറില്ല, അവിടെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്.
പക്ഷെ ഇങ്ങനെ ഭാഗ്യം അവൾ വഴി വന്നതാണ്. എല്ലാ ഭാഗ്യം, വീട്ടിലെ മൊത്തം ഭാഗ്യം ഇങ്ങനെ ഭാര്യയാണ് വീടിന്റെ ഐശ്വര്യം. ഐശ്വര്യം എന്ന് പറയുന്നത് അതൊരു സത്യമാണെന്നുള്ള തെളിവ്. വീട്ടുകാർക്ക് എന്താണ് അമ്മയ്ക്ക് കാറ് ഗിഫ്റ്റ് ആയിട്ട് നല്ല കിട്ടിയത്? സന്തോഷം, ഭയങ്കര ഒരു സന്തോഷമാണ്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഫോൺ കോൾ വന്നിരുന്നതാണ്. അതിനുശേഷം അമ്മയുടെ അടുത്ത് എന്താ പറഞ്ഞത്? കാറാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഭയങ്കര തുള്ളിച്ചാട്ടമായിരുന്നു ഇവിടെ. ഏതാണെന്ന് പറഞ്ഞു. ആ അല്ല, അപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല ഇതിലാണെന്ന്. അപ്പൊ ഇത് കണ്ടിട്ടാണ് കുട്ടികളാണ് പറഞ്ഞത് ഡ്രൈവ് ചെയ്യും ഞാൻ. അപ്പൊ എന്നോട് പറഞ്ഞു ഇതൊന്ന് പരീക്ഷിക്ക്, ഇത് കുറച്ചൊരു ബാക്ക് ജീപ്പ് മോഡലാണ്, അപ്പോൾ പരീക്ഷിച്ച് നോക്കുമെന്ന് പറഞ്ഞു. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് എടുക്കാൻ വണ്ടി എന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ സമ്മാനങ്ങളെന്നൊക്കെ പറയുന്നത് പൊതുവെ അതൊരു കളിപ്പീരാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ധാരണ പൊതുജനങ്ങളുടെ ഇടയിലുണ്ട്. അതൊക്കെ പറയുന്നതേ ഉള്ളൂ, കിട്ടാറില്ല എന്നൊക്കെ. പക്ഷേ ഇത് ഒരു സത്യമായിട്ട് ഇപ്പോൾ കല്യാൺ സിൽക്സിലുള്ള ഒരു വിശ്വാസം അതിലെല്ലാം എന്നുള്ളവരുടെ ഒരു മൊത്തം കല്യാണിൻ്റെ ഒരു പരസ്യവാചകത്തിന് ഒരു എന്താ പറയുക, അതിനൊരു ബലവത്താക്കുന്ന രീതിയിലാണ് സംഭവിച്ചിരിക്കുന്ന നാട്ടുകാർക്കെല്ലാം അത് ബോധ്യമാവും ഇത് കാണുമ്പോൾ. ചേച്ചിക്ക് കല്യാൺ സിൽക്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് പെർഫെക്റ്റ്, നമുക്കൊരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ. അത് ഞാനിപ്പോൾ വേറെ ഏതിൽ പോയാലും എനിക്ക് മനസ്സവിടെ എന്താ പറയുക, നമുക്ക് പെർഫെക്റ്റ്ലി 100% നമുക്ക് അത് വാങ്ങിച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് അവിടെ നിന്ന് തന്നെയാണ്. എന്തെടുക്കാൻ പോയാലും എന്തെടുത്താലും ഞാൻ അവിടെ നിന്ന് തന്നെ എടുക്കാറുള്ളൂ. ഇപ്പം 17 ഇയേഴ്സായി ഞങ്ങളിവിടെ താമസിക്കുന്ന, അത്രയും വർഷം ഞാൻ അവിടെ നിന്ന് തന്നെയാണ്. ഇവിടെ പാലസ് റോഡിലുള്ള പാലസ് റോഡ് അവിടെ തന്നെ പോകാറുള്ളൂ, വേറെ എവിടെയും പോകാറില്ല, പാലസ് റോഡ് മാത്രം. എന്നാണ് ഷോപ്പ് ചെയ്തത്? ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു, ഫ്രൈഡേയോ തേഴ്സ്ഡേ ആണ്, 2 ദിവസത്തിനകത്താണ് ചെയ്തിരിക്കുന്നത്. സ്ഥിരം കല്യാൺ സിൽക്സിൽ? അതെ, ഞാൻ 17 വർഷമായിട്ട് തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാം കല്യാണിൽ തന്നെയാണ് മിക്കവാറും ഷോപ്പ്. ഫാമിലി ആയിട്ടാണ് ഷോപ്പിംഗ് പോയത്? മിക്കവാറും ഞാൻ ഒറ്റയ്ക്കാണ് പോകാറ്. ഒറ്റയ്ക്കാണ് പോയത്? കാരണം ഇവര് ഒരാൾ ഓഫീസിൽ പോകും, മോള് സ്കൂളിൽ പോകും, ആ സമയത്ത് പോയിട്ടാണ് ഞാൻ എല്ലാം ചെയ്യാറ്. ഒറ്റയ്ക്കാണ് പോവാറ്. ഇപ്പോൾ ഞങ്ങൾ ചാനലിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ അതെ അതെ, അതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് നിൽക്കുന്നത്. അപ്പൊ എന്താ, കാരണം സാധാരണ ഒരു ഫോട്ടോയിൽ പോലും പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ ചാനൽ വന്നപ്പോൾ ഇങ്ങനെ അന്തം നിൽക്കുകയാണ്. കല്യാൺ സിൽക്സിന്റെ സമ്മാനം കിട്ടിയതിനോടനുബന്ധിച്ച് കേരള വിഷന്റെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു. അവിടെ നിന്ന് ഇത് ചെയ്യാൻ പറഞ്ഞു, അതിനകത്ത് ഇട്ട് ബോക്സിലിട്ടു. ഞാൻ എന്നിട്ട് അങ്ങ് മിസ്സാക്കുകയാണ് ചെയ്തത്, പിന്നെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. രണ്ടാമത് ഇപ്രാവശ്യം ഇരിക്കട്ടെ, എല്ലാ പ്രാവശ്യം എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴും കിട്ടാറില്ല. അപ്പൊ പിന്നെ ഞാനത് നോക്കിയിട്ടില്ല എന്താണ് പ്രൈസ് എന്ന്. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ കാറാണെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പേപ്പർ എടുത്തിട്ട് നോക്കി എന്തൊക്കെ പ്രൈസ് ആണെന്നുള്ളത്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും. പേര് ഷെറിൻ, ഞാൻ പറൂർ ബോയ്സ് സ്കൂളിലെ ടീച്ചറാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു സമ്മാനം അടിക്കുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും സ്ഥിരം കല്യാൺ സിൽക്സിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. എൻ്റെ മകള് പൂജയുടെ പേരിലായിരുന്നു ഞങ്ങളത് നറുക്കെടുപ്പിന് ഇട്ടത്. ഇപ്പോഴും വിശ്വാസമായിട്ടില്ല പറഞ്ഞത് എന്താണെന്ന്. അതിയായ സന്തോഷമുണ്ട്. ഞാൻ സുനിൽ, എറണാകുളത്തിൽ വെർജിൻ ട്രാവൽസ് ടാക്സി സർവീസ് നടത്താണ്. എന്നെയാണ് ഇന്നലെ വിളിച്ചു പറഞ്ഞത്. ഇപ്പം നിങ്ങൾ വരുന്നവരെയും എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായില്ല. അപ്പോൾ ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാനിത് ഇതുപോലെ എന്തെങ്കിലും തരികയാണെന്ന് വളരെ ഇതായിട്ടാണ് സംസാരിച്ചത്. അതിനുശേഷം ഞാൻ വൈഫിനെ വിളിച്ചു പറയണത് ഒന്ന് വിളിച്ചു നോക്കി നമ്പറിൽ എന്താ സംഭവം എന്ന് അറിയാമെന്ന് ഓർത്ത്. അങ്ങനെ ആൾ വിളിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ തിരിച്ചു വിളിച്ച് എന്താണ് സംഭവം എന്ന് അറിഞ്ഞത് തന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. വെച്ചാൽ ഞാൻ ഈ കൂപ്പൺ ഇട്ടത് തന്നെ അത്ര ഇതായിട്ടൊന്നുമല്ല, അവർ അതിൽ കൂടുതൽ പറഞ്ഞൂടെ കിട്ടായത് വേണം ഈ കൂപ്പൺ 5 അപ്പോൾ അത് തന്നെ ഞാൻ അപ്പം തന്നെ കൊടുത്ത് പൂജ തന്നെ എഴുതിയിടുകയാണ് ചെയ്തത്. പൂജയുടെ പേരിലാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ പൂജ എന്നും പറഞ്ഞ് പിന്നെ എൻ്റെ മൊബൈലിലും വിളിച്ചപ്പോൾ പിന്നൊരു ഡൗട്ട് പിന്നീട് വന്നു. ഇപ്പോൾ നിങ്ങൾ വന്നപ്പോഴാണ് ഞാനത് കൺഫേം ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേര് അജിത്ത്, ബ്രദറാണ്. ബ്രദറും അവരുടെ മകളുടെ പേരിലാണ് അവർക്ക് കൂപ്പൺ അടിച്ചതെന്നാണ് പറഞ്ഞത്. ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ പറ്റിക്കാൻ വേണ്ടി ആരോ വിളിക്കുന്നുണ്ട്, ഇത് കല്യാൺ സിൽക്സിൽ നിന്നാണ്, എനിക്കൊരു വിശ്വാസമില്ല, നീ ആരോടും പറയണ്ട, കാറടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങനെ ശരിയായിരിക്കും, അത് ശരിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് അവർക്ക് ഇപ്പോഴും പൂർണ്ണമായ വിശ്വാസം വന്നതെന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോഴും. കാരണം ഒരുപാട് പ്രോഗ്രാമൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്നതുകൊണ്ടേ അതെന്തായാലും കല്യാൺ സിൽക്സിൻ്റെ പേരിലായതുകൊണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട്. ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും
പരമാവധി കല്യാൺ സിൽക്സിൽ നിന്നാണ് ഞങ്ങളുടെ പർച്ചേസൊക്കെ പരമാവധി ചെയ്യുന്നത്. കാരണം ലേഡീസിൻ്റെ കൂടുതൽ സെലക്ഷൻസും ജെൻസിൻ്റെ ആയാലും കുട്ടികളുടെ ആയാലും എല്ലാം കല്യാൺ സിൽക്സിൻ്റെ സെലക്ഷൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രൈസ് വൈസും അത്ര മോശമല്ല എന്നുള്ളൊരു വിശ്വാസമുള്ളതിൻ്റെ പേരിൽ കല്യാൺ സിൽക്സാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വിശ്വാസമല്ലേ എല്ലാം. ഞങ്ങൾ ഷോപ്പ് ചെയ്തത് ഓണക്കോടിയാണ്. സാരി, അമ്മക്ക് സാരി, വൈഫിൻ്റെ അമ്മക്ക് അമ്മമ്മക്ക് സാരി, കുറച്ച് പുതപ്പ്, പിന്നെ മോക്കൊരു ഉടുപ്പ്, അങ്ങനെ മുണ്ട്, ഷർട്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ പൊട്ടിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏകദേശം 10,000 റുപ്പീസിൻ്റെയാണ് പർച്ചേസ് ചെയ്തിരുന്നത് നടന്നു. അപ്പോൾ ആദ്യമേ പിന്നെ പോയി. ശരിക്കും ഞായറാഴ്ച തന്നെയാണ് ഞങ്ങൾ പോയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയത്. നല്ല തിരക്കായിരുന്നു അന്ന്. കഴിഞ്ഞ സൺഡേ എന്നാണ് ഇന്ന് 6-ാം തീയതിയാണ് പോയത്. 6-ാം തീയതി വൈകിട്ട് നല്ല തിരക്കായിരുന്നു. ഇവരാണ് ആദ്യം പർച്ചേസ് ചെയ്തത്. അതിൻ്റെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി വർക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ ചെന്നപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഞങ്ങൾ തിരക്ക് കണ്ടപ്പോൾ വേറൊരു ദിവസത്തൊക്കെ ആക്കിയാലോ എന്ന് വരെ ചിന്തിച്ചതാണ്. അത്ര തിരക്കായിരുന്നു അവിടെ. അപ്പം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് നമുക്ക് എടുക്കാനും സാധിച്ചായിരുന്നു അവിടെ. ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയപ്പോൾ എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇന്നേ വരെ അങ്ങനെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാനപ്പോൾ വിചാരിച്ചത് റേഡിയോ എന്നൊക്കെ ഹലോ റോങ് നമ്പർ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സ് വല്ലതും കളിപ്പിക്കുകയാണെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോഴാണത് മനസ്സിലായത്. എന്തായാലും ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് കിട്ടിയതിൽ. കല്യാൺ സിൽക്സിനോടും ഒന്നര കോടിയും. വിശ്വസിക്കാൻ പറ്റിയില്ല ആദ്യം തന്നെ. പിന്നെ ഇതിൽ എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എടുത്തത്. ഓണക്കോടി അല്ല, കല്യാണമൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് എടുക്കാൻ പോയതാണ്. പോവാറുണ്ട്. ഇപ്പോൾ മാർച്ചിൽ ഞങ്ങൾ പോയിരുന്നു. കല്യാണം ഇരുന്നപ്പോൾ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയിരുന്നു. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായ ചേച്ചിയാണ് കൂടുതൽ എടുത്തത്. ഞാൻ കുറച്ചെടുത്തുള്ളൂ. കിട്ടിയതിൽ സന്തോഷം. ഇപ്പോ ഫാമിലി എന്താണ് സമ്മാനം അടിച്ചു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത്? അങ്ങനൊന്നും പറഞ്ഞില്ല. AC അല്ലേ എന്ന് പറഞ്ഞ്. ഇത് ഹസ്ബൻഡ് അജിത് കുമാർ എന്നാണ് പേര്. ഇത് മകൻ അഭിഷേക് +2 പഠിക്കണം. ചേട്ടൻ എന്താണ് ചേച്ചി സമ്മാനമായിട്ട് വന്നു കഴിഞ്ഞപ്പോ? എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനിപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഇത് കേട്ടപ്പോൾ ഒരു സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ ആദ്യമായിട്ട് കിട്ടുന്നൊരു സമ്മാനമാണ് ഞങ്ങളുടെ വീട്ടിൽ. അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട് എല്ലാവർക്കും. സാധാരണ നമ്മൾ സമ്മാനം അടിക്കുന്നു എന്നൊക്കെ ഓഫറുകൾ വരുന്നുണ്ടെങ്കിലും പലപ്പോഴും വിശ്വസിക്കാറില്ല. എല്ലാരും പറയുന്നത് ചിലപ്പോ പറ്റിപ്പായിരിക്കും എന്നുള്ള രീതിയിലാണ്. കല്യാൺ സിൽക്സിന്റെ ഇതേ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് വളരെ മതിപ്പുണ്ട്. ഇന്നിപ്പോ ഈ പറഞ്ഞ ഇത് അറിഞ്ഞപ്പോ സന്തോഷം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഇനിയും പോകും. ഒരുപാട് പർച്ചേസിങ് ഞങ്ങൾ ഇതിനു മുന്നൊക്കെ പോയിട്ടുള്ള ആണ്. ഇനി അവിടെ പോകണം എന്നുള്ള താല്പര്യമുണ്ട്. നമുക്ക് എടുത്ത് തരാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് അവിടെ ഉള്ളവർക്ക്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടം തോന്നി. അതാണ് അവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ ചോദിക്കുന്നതനുസരിച്ച് എടുത്തു തരെയും രാവിലെ തുടങ്ങി വൈകിട്ട് വരെയും ഇപ്പോൾ ഒരാള് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് എന്റെ മോളുടെ കല്യാണമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കാർ അടിക്കണമെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി പോകാലോ എന്ന് അങ്ങനെ പറയണ്ടായിരുന്നു. പിന്നെ സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞപ്പോ തന്നെ ഓടി ഞങ്ങളുടെ ഉള്ളിലേക്കാണ് വന്നത്.
ഇത് കിട്ടിയെന്നും പറഞ്ഞിട്ട്. ഇല്ല, അത് ഇനിയിപ്പോ പിന്നെയും ചോദിച്ചു നേരാണെന്ന് ചോദിച്ചപ്പോ ശരിയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് വിശ്വസിച്ചത്. ഇവിടെ എത്തിയപ്പോ ഇങ്ങനെ പറയാറുണ്ടെങ്കിലും കൂപ്പണൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ഞങ്ങൾ പോകുമ്പോഴൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നും അങ്ങനെ കിട്ടാറില്ലല്ലേ. ഇപ്പൊ അതിനൊക്കെ ഇങ്ങനെ കിട്ടിയപ്പോ ഞങ്ങൾക്ക് സന്തോഷമായില്ലേ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും.